മറ്റു വാർത്തകൾ. കുറ്റവാളികൾക്കായി സംസ്ഥാനത്താകെ 24 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പരിശോധന നടത്തി കൊച്ചി പോലീസ്. 194 സ്ഥലങ്ങളിൽ നടന്ന റെയ്ഡിൽ 114 പേരെ അറസ്റ്റ് ചെയ്തു. അതേസമയം കൊച്ചിയിൽ രാസലഹരിയുടെ ഉപയോഗം വർദ്ധിച്ചതായി സിറ്റി പോലീസ് കമ്മീഷണർ പ്രതികരിച്ചു. ഓപ്പറേഷൻ ജാഗ്രത എന്ന പേരിട്ട സ്പെഷ്യൽ ഡ്രൈവിൽ ഗുണ്ടകൾ, സ്ഥിരം കുറ്റവാളികൾ, മയക്കുമരുന്ന് ഇടപാടുകാർ, പിടികിട്ടാപ്പുള്ളികൾ, പോക്സോ കേസ് പ്രതികൾ അടക്കം 114 പേരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. 400 പോലീസ് ഉദ്യോഗസ്ഥരാണ് ഈ സ്പെഷ്യൽ ഡ്രൈവിൽ പങ്കെടുത്തത്. പോലീസിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ ഏകോപനത്തിലൂടെയാണ് ഓപ്പറേഷൻ ജാഗ്രത സാധ്യമായത്. 2 ആഴ്ചയ്ക്ക് മുൻപ് തന്നെ ഇതിനുള്ള തയ്യാറെടുപ്പുകളും പോലീസ് നടത്തിയിരുന്നു. ഈ അറസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് വളരെ ലോങ് പെൻഡിംഗ് കേസുകളിൽ പിടികിട്ടാപ്പുള്ളികളായിട്ടുള്ള ആളുകൾ, കോടതിയിൽ നിന്നും നോൺ ബെയിലബിൾ വാറന്റ് പെൻഡിംഗുള്ള പ്രതികൾ, അതുകൂടാതെ ഓൾറെഡി പോലീസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി വരുന്ന ക്രൈം കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രതികൾ. അങ്ങനെ ടോട്ടൽ 114 പേരെയാണ് 24 മണിക്കൂറിനുള്ളിൽ കൊച്ചി സിറ്റി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതേസമയം നഗരത്തിൽ രാസലഹരിയുടെ ഉപയോഗം സമീപകാലത്തായി വർദ്ധിച്ചതായി സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞു. കഴിഞ്ഞ വർഷം മാത്രം 1959 ഗ്രാം MDMA കൊച്ചിയിൽ പിടികൂടിയത്. ലഹരി കേസുകളുമായി ബന്ധപ്പെട്ട 1551 പ്രതികളെ അറസ്റ്റ് ചെയ്തു. ഈ പ്രതികളിൽ നിന്നായി 1959 ഗ്രാം MDMAയും 356 കിലോ കഞ്ചാവും 2 കിലോ ഹാഷിഷ് ഓയിലും പിടിച്ചെടുത്തിട്ടുണ്ട്. കഞ്ചാവിതര ലഹരി കേസുകളിൽ കൂടുതലും MDMAയുമായി ബന്ധപ്പെട്ടതാണ്. അടുത്ത കാലത്തായിട്ട് കെമിക്കൽ ഡ്രഗ്സിന്റെ ഉപയോഗം വളരെയേറെ കൂടുന്നുണ്ട്. MDMA ആണ് ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ഈ മയക്കുമരുന്ന് കേസുകളിൽ ഒരു ലയൺ ഷെയർ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് MDMA ആണ്. കൊച്ചി നഗരത്തിലെ ലഹരി വ്യാപനവുമായി ബന്ധപ്പെട്ട് പോലീസ് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.